ലോകകപ്പ് അവസാനിച്ചിരിക്കുകയാണ് അല്ലെ. അതിന്റെ ആവേശങ്ങളും അതുപോലെ എല്ലാം കുറച്ച് ഒതുങ്ങി കഴിഞ്ഞു. പക്ഷേ നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. 2026 ഫിഫ ലോകകപ്പിന്റെ വിവരവിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ജേതാക്കൾ ആരായിരുന്നു ജേതാക്കൾ? സ്പെയിൻ ആയിരുന്നു അല്ലെ. 2ാം സ്ഥാനം നേടിയത് അർജന്റീനയും 3ാം സ്ഥാനം നേടിയത് ഇംഗ്ലണ്ടുമാണ്. കറക്റ്റ് അല്ലേ? ഒരു ലോകകപ്പില് ഏറ്റവും അധികം ഗോൾ പിറന്നത് ഈ ഒരു ലോകകപ്പിലാണ്. ഇപ്പൊ ഇത്രയും ലോകകപ്പുകൾ കഴിഞ്ഞല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്നത് ഈ ഒരു ലോകകപ്പിലാണ്. എത്ര ഗോളുകൾ എന്ന് അറിയണ്ടേ? 308 ഗോളുകൾ. ഓക്കെ. ലോകകപ്പ് ചരിത്രത്തിൽ 3000 ഗോൾ തികഞ്ഞത് ഈ ഒരു ടൂർണമെന്റിലാണ്. അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസിന്റെ ആണ് 3000 തികച്ച ഗോൾ. അപ്പോ 2026 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ അല്ലെങ്കിൽ ഫിഫ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? സ്പെയിൻ ആണ്. നമുക്കറിയാം അല്ലെ. സ്പെയിനിന് 2ാം തവണയാണ് ലോകകപ്പ് ജേതാക്കളാകുന്നത് കേട്ടോ. ഇതിനു മുന്നേ ഏത് വർഷമാണ് ലോകകപ്പ് ജേതാക്കളായെന്ന് അറിയാമോ? 2010 അപ്പൊ 2010 ആദ്യമായിട്ട് സ്പെയിൻ ലോകകപ്പ് ജേതാക്കളായി മാറുന്നത്. അതിനുശേഷം 2026 ഓക്കെ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ നടന്ന ലോകകപ്പിൽ ആകെ 8 രാജ്യങ്ങൾ മാത്രമാണ് ജേതാക്കളായി മാറിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ലോകകപ്പ് ജേതാക്കളെ കുറിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ ഈ ജേതാക്കൾക്ക് ലഭിക്കുന്ന കിരീടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അതായത് ആ കിരീടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 6.175 കിലോ തൂക്കം വരുന്ന 18 ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ചതാണ് ലോകകപ്പ് കിരീടം. 36.8 സെന്റിമീറ്റർ ആണ് കിരീടത്തിന്റെ ഉയരം. 2 കായിക താരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഭൂഗോളത്തിന്റെ മാതൃകയിലാണ് ആ കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി 2026 ലോകകപ്പ് റെക്കോർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം ജയിച്ച താരം എന്ന റെക്കോർഡും, അതുപോലെ തന്നെ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം എന്ന റെക്കോർഡും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അസിസ്റ്റ് ചെയ്ത താരം എന്ന റെക്കോർഡും, ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയ താരം എന്ന റെക്കോർഡും ഒരാളുടെ പേരിലാണ്. ചോദ്യങ്ങൾ പലത്, ഉത്തരം 1, ലയണൽ മെസ്സി.